ഇന്നത്തെ വീഡിയോ നമ്മൾ AI സബ്മിറ്റ് 2026 അത് ഇന്ത്യയിൽ വെച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും 20-ാം തീയതി വരെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. അതിപ്പം വീണ്ടും 2 ദിവസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് 23-ാം തീയതി വരെ ആക്കിയിരിക്കുകയാണ്. കാരണം അതിൻ്റെ ഡെലിഗേറ്റ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ വളരെയധികം കൂടുതലാണ്. ഇപ്പോഴും പുതുതായിട്ട് ആൾക്കാർ രജിസ്റ്റർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് സാഹചര്യം. ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്ത AI സബ്മിറ്റ് എന്നുള്ള ആ ഒരു പേരും കൂടി നേടുകയാണ് ഇന്ത്യയിലെ AI സബ്മിറ്റ്. ഇതിനു മുമ്പ് ഇത് നടന്നത് UK-യിൽ നടന്നു, അത് കഴിഞ്ഞിട്ട് സൗത്ത് കൊറിയയിൽ നടന്നു, പിന്നെ ഫ്രാൻസിൽ നടന്നു, ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആഗോളതരത്തിലുള്ള രാജ്യങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യക്കുള്ളിലല്ല, പൊതുവെ AI മേഖലയിൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ രാജ്യങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്ന ആ ഒരു ലിസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയാണ് നമ്പർ 1. അവർ ഏതാണ്ട് 471 ബില്യനാണ് AI മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത് ചൈനയാണ്, $119 ബില്യൺ വർത്ത് വരുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ് അവർ നടത്തിയിരിക്കുന്നത്. മൂന്നാമതും നാലാമതും UK-യും ഇസ്രായേലുമാണ്. $15 ബില്യൺ വെച്ചിട്ടാണ് അവർ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്നത്. അതുപോലെ ജർമ്മനിയും $15 ബില്യൺ ആണ്. പിന്നെ ഇന്ത്യ, ഫ്രാൻസ് $11 ബില്യൺ വർത്ത് വരുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ് സോഫാർ നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ AI സബ്മിറ്റ് 2026 കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് കുത്തനെ കൂടാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യക്കുള്ളിൽ. സൗത്ത് കൊറിയ 9 ബില്യൺ, അതേപോലെ സിംഗപ്പൂർ 7 ബില്യൺ, മറ്റു പല രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ഒരു 50 ബില്യന്റെ ഇൻവെസ്റ്റ്മെന്റ് മൊത്തത്തിൽ വരുന്നുണ്ട്. ഇതാണ് AI മാർക്കറ്റിന്റെ ഒരു സിറ്റുവേഷൻ. ഇപ്പോൾ ഈ AI സബ്മിറ്റ് ഇന്ത്യയിൽ 2,50,000 ഡെലിഗേറ്റ്സിനെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് 3,50,000 കടന്നിരിക്കുന്നു. പിന്നെ ആദ്യത്തെ ദിവസം ചെറുതായിട്ട് ഈ സെക്യൂരിറ്റി ഇഷ്യൂസ് അതുമായിട്ട് ബന്ധപ്പെട്ട ഓർഗനൈസേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ചെറിയ വീഴ്ചയൊക്കെ ഉണ്ടായെങ്കിലും പിന്നീട് അത് ഓക്കെ ആയി. ഇപ്പം നോർമലായിട്ട് AI സബ്മിറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഒരുപാട് രാജ്യങ്ങളുടെ നേതാക്കൾ വന്ന് പങ്കെടുത്തിട്ടുണ്ട്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, അതേപോലെ ബ്രസീലിയൻ പ്രസിഡന്റ് ലുല, അതുപോലെ തന്നെ പല രാജ്യങ്ങളിലുമുള്ള ഡെലിഗേറ്റ്സ് പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ CEO സുന്ദർ പിച്ചൈ, അതേപോലെ ChatGPTയുടെ CEO സാം ആൽറ്റ്മൻ, ഇങ്ങനത്തെ ടെക് ജാമ്പവാനുകളൊക്കെ ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഇന്ത്യക്കുള്ളിൽ ചർച്ച ചെയ്യപ്പെടുന്നത് AMD എന്ന് പറഞ്ഞ ഒരു കമ്പനി, ചിപ്പ് മാനുഫാക്ചറിങ് കമ്പനി, TCS, ടാറ്റയുടെ TCSുമായിട്ട് ചേർന്ന് ഇന്ത്യക്കുള്ളിൽ പ്രവർത്തിക്കാൻ താല്പര്യപ്പെട്ടിട്ടുണ്ട്. അവർ തമ്മിൽ ഒരു ധാരണയായിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്തകൾ പറയുന്നത്. ഇത് ശരിക്കും NVIDIAയെ ചാലഞ്ച് ചെയ്യുന്ന രീതിയിൽ AMD ഇന്ത്യക്കുള്ളിൽ മാറും എന്ന് പ്രതീക്ഷകൾ വെച്ച് പുലർത്തപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. TCS അതിന് ശക്തമായ രീതിയിലുള്ള ബാക്കപ്പ് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഏതാണ്ട് ഒരു 3250ഓളം സെമിനാർ സ്പീച്ചസ് ഇതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഏതാണ്ട് ഒരു 500 സെഷനുകളാണ് മൊത്തത്തിൽ AI സബ്മിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പല പല വിഷയങ്ങളെക്കുറിച്ച് പല എക്സ്പേർട്ടുകൾ, പല രാജ്യങ്ങളിലുമുള്ള എക്സ്പേർട്ടുകൾ അതിനെക്കുറിച്ച് സ്പീച്ച് നടത്തിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള വിഷയമാണ്. സ്റ്റുഡൻസ് വളരെ അത്യാവശ്യമായിട്ട് ഇതൊക്കെ റിസർച്ച് ചെയ്ത് അനലൈസ് ചെയ്ത് പഠിക്കേണ്ട വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഇത്തവണ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ ഒരു അൺസർട്ടനിറ്റി ഇല്ലായിരുന്നു. AI കുറിച്ചുള്ള ഒരു ധാരണ പിശക് അതില്ലായിരുന്നു. അപ്പോൾ ഇത്തവണ സംസാരിച്ച ആൾക്കാരെല്ലാം തന്നെ പറഞ്ഞു വെച്ചത് AI കുറിച്ച് കുറച്ചുകൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. AI തീർച്ചയായിട്ടും പല ജോബുകളെയും ഇല്ലാതാക്കും, പക്ഷേ പുതിയ പല ഓപ്പർച്യൂണിറ്റികളും അത് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് AI പഠിച്ച് അതിൽ അപ്ഡേറ്റഡ് ആയി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബ് ലോസ് എന്നുള്ളൊരു പേടി വേണ്ട. AI റീപ്ലേസ് ചെയ്യും, പല ജോലികളെയും റീപ്ലേസ് ചെയ്യും, പക്ഷേ അതേസമയം പല ജോലികൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് AI പഠിച്ചുകൊണ്ട് അതിനോടൊപ്പം സഞ്ചരിക്കുക എന്നുള്ളതാണ് അതിനെ തരണം ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ. അതും ഈ സബ്മിറ്റിൽ ഉടനീളം പലരും AI കുറിച്ച് നടത്തിയ സ്പീച്ചിൽ ഈ വിഷയം വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പുറകിൽ സിലിക്കൺ വാലി ബൂം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഉണ്ട്. അത് നമുക്ക് വേറൊരു വിഷയമായിട്ട് ചർച്ച ചെയ്യാം. കാരണം സിലിക്കൺ വാലി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, അമേരിക്ക ഒരു എൻറ്റയർ സ്റ്റേറ്റ് തന്നെ ഇതിൻ്റെ പേരിലാണ് ചലിക്കുന്നത്. ഇപ്പോൾ സിലിക്കൺ വാലിയെ സംബന്ധിച്ചിടത്തോളം ഈ 471 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഈ AI മാർക്കറ്റിൽ അമേരിക്കയ്ക്കുള്ളിൽ പുഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ പുഷ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഒരിക്കലും AI ഡൗൺ ചെയ്തുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കില്ല. അപ്പോൾ അതുകൊണ്ട് AI അവർ ബൂസ്റ്റ് ചെയ്ത് നിർത്തുക എന്നുള്ളത് അമേരിക്കയുടെ ചുമതലയാണ്. അവർ തീർച്ചയായിട്ടും അത് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ മാർക്കറ്റ് കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനകത്ത് യങ് അതേപോലെ ചിൽഡ്രൻ, ഈ 2 കാറ്റഗറിയും നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. ഈ AI ഒന്ന് വളർന്ന് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ബെഞ്ച് മാർക്ക് എത്തുന്നത് വരെ, സെക്യൂരിറ്റി മെഷേഴ്സ് ബെഞ്ച് മാർക്ക് എത്തുന്നത് വരെ നമ്മൾ അതിൽ കുറച്ച് കെയർഫുൾ ആയിട്ടിരിക്കണം എന്നുള്ളത് ഇമ്മാനുവൽ മാക്രോണിൻ്റെ കൺസേൺ ആയിരുന്നു. അപ്പോൾ അത് ശരിക്കും ഇന്ത്യക്കുള്ളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ആ വിഷയം. ഇന്ത്യൻ ഗവൺമെൻറ് ശരിക്കും 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ട് സാധ്യമാണോ, കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു അനാലിസിസ് നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ അനാലിസിസ് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ 16 വയസ്സിന് താഴെയുള്ള ഇന്ത്യക്കാരായിട്ടുള്ള കുട്ടികൾക്കെല്ലാം തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം വരും എന്നാണ് ഒരു സൈഡിൽ ചർച്ചകൾ നടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ചൈന ഇന്നലെ ഹ്യൂമനോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിൽ ഒരു റോബോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുങ്ഫു ഫൈറ്റ് ചെയ്യുന്ന
ഒരു റോബോട്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് റോബോട്ട്. അതാണ് അവർ, ചൈന എപ്പോഴും മാസീവായിട്ടുള്ള ക്രിയേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഒരു ടീം ഇങ്ങനെ ഫോം ചെയ്തിട്ടുണ്ട്, റോബോട്ടിക് ടീം. അപ്പോൾ അത് മനുഷ്യന്മാരുമായിട്ട്, അതായത് റിയൽ മനുഷ്യരോട് കുങ്ഫു ഫൈറ്റ് ചെയ്യുന്ന റോബോട്ട്സ്. അപ്പോൾ ഇത് ശരിക്കും അതിൻ്റെ മൂവ്മെൻറ്റ്സ്, അത് ബാക്ക് ഫ്ലിപ്പ്, അപ്പോൾ ഇത് പണ്ട് ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ തന്നെ ബ്രേക്ക് ഡാൻസ് പോലെ മൂവ് ചെയ്തുകൊണ്ടിരുന്ന റോബോട്ട് ഇപ്പം വളരെ അനായാസം ഫൈറ്റ് ചെയ്യുന്ന രീതിയിൽ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് കാണുമ്പം എല്ലാവരും തന്നെ ഞെട്ടിപ്പിക്കുന്നത്. ഇതുപോലെ തന്നെ എലോൺ മസ്കും ഒരു റോബോട്ടിനെ കുറിച്ചുള്ള ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അതിൻ്റെ ഫിംഗേഴ്സിൻ്റെ മൂവ്മെൻറ്റ്, കുക്ക് ചെയ്യാൻ വരെ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ അനായാസമായിട്ടുള്ള വിരലിൻ്റെ ചലനങ്ങൾ, അതാണ് അതിൽ ഏറ്റവും കൂടുതൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരുന്നത്. It'll basically do anything you want. So it can be a teacher, babysit your kids, it can walk your dog, mow your lawn, get the groceries, just be your friend, serve drinks. Whatever you can think of, it will do. And yeah, it's going to be awesome. And I think this will be the biggest product ever of any kind. അടുത്തൊരു വിഷയം ഇന്ത്യക്കുള്ളിൽ നടന്ന AI സബ്മിറ്റിൽ ചർച്ചയായത് ഫിസിക്കൽ ഇൻ്റലിജൻസ്. ഈ ഫിസിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെയാണ്. അത് ശരിക്കും ഹ്യൂമനോയിഡിൽ, ഫോർ എക്സാമ്പിൾ മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ട്, ഡിഫൻസ് പർപ്പസിന് വേണ്ടിയിട്ട് നിർമ്മിക്കുന്ന ഹ്യൂമനോയിഡ്, ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ കോൺഫിഡൻഷ്യലായിട്ട് അതാത് രാജ്യങ്ങൾക്കുള്ളിൽ നിർമ്മിക്കപ്പെടേണ്ട സംഗതികളാണ്. കാരണം ഇതിന് ആർമി സീക്രട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ലീക്കായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എൻക്രിപ്റ്റഡ് ആയിരിക്കണം. അപ്പോൾ ഈ വിഷയത്തിൽ കൃത്യമായിട്ട് അതാത് രാജ്യങ്ങൾ ഈ ഹ്യൂമനോയിഡ് ഫിസിക്കൽ ഇൻ്റലിജൻസിൽ വളരെയധികം മുന്നോട്ട് ഡെവലപ്പായി വരേണ്ടതുണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു 5 ബോർഡർ സെക്യൂരിറ്റി ഓഫീസേഴ്സിനെ വിടുമ്പോഴത്തേക്കും അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരോടൊപ്പം ഒരു 6 ഹ്യൂമനോയിഡുകളെയും അവരോടൊപ്പം അയച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഇത് ഇത്തരത്തിൽ മാറും. അത് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഇങ്ങനത്തെ ഹ്യൂമനോയിഡുകളെ അതാത് രാജ്യങ്ങൾ തന്നെ ഉൽപ്പാദിപ്പിക്കണം. കാരണം ഇത് സെക്യൂരിറ്റി ഇഷ്യൂ ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ വളരെ വിശദമായ ചർച്ചകളാണ് ഇന്ത്യക്കുള്ളിൽ നടക്കുന്നത്. ഇതിനെ അനുകൂലിക്കുന്ന തരത്തിൽ ക്വാൽക്കം പോലത്തെ കമ്പനികളൊക്കെ റോബോട്ടിക് മോഡൽസ് പുറത്തിറക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യക്കുള്ളിൽ 2 ഫ്രെയിം വർക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ ഫ്രെയിം വർക്ക് എന്തിനാണെന്ന് പറഞ്ഞാൽ, ഒന്ന് സഹി എന്ന് പറഞ്ഞൊരു ഫ്രെയിം വർക്ക്, അതേപോലെ ബോധ് എന്ന് പറഞ്ഞൊരു ഫ്രെയിം വർക്ക്. ഈ 2 ഫ്രെയിം വർക്കും സെക്യൂരിറ്റി മെഷേഴ്സിന് വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് ആധാർ കാർഡ് ഉള്ളതുപോലെ തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുകൾക്ക് ഒരു ഐഡൻറ്റിറ്റി വേണം. അപ്പോൾ ആ ഐഡൻറ്റിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് ഒരു ID ക്രിയേറ്റ് ആവുക. അതിപ്പോൾ ഹ്യൂമനോടായാലും ഈ ID നിർബന്ധമാണ്. അപ്പോൾ ഇതാണ് ഇന്ത്യക്കുള്ളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 വിഷയങ്ങൾ, സഹി, ബോത്ത്. ഈ സഹി എന്ന് പറഞ്ഞത് ഹെൽത്ത് സെക്ടറിൽ, അതായത് ഏറ്റവും കൂടുതൽ ഹെൽത്ത് സെക്ടറുകളിലേക്കുള്ള ഹ്യൂമനോയിഡുകൾ, അത് ഈ ഡോക്ടേഴ്സിനെ റീപ്ലേസ് ചെയ്യുമ്പോൾ വെച്ചാൽ ഡോക്ടേഴ്സിൻ്റെ ജോലിയൊന്നും റീപ്ലേസ് ചെയ്യത്തില്ല, പക്ഷേ ഈ ടൈപ്പിംഗ്, എഴുത്തുകുത്ത്, ഈ പ്രിസ്ക്രിപ്ഷൻ, ഇമാതിരിപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ പരിഹാരം ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഡോക്ടേഴ്സിന് ഏറ്റവും കൂടുതൽ പേഷ്യൻസുമായിട്ട് ഇൻറ്ററാക്ഷൻ ചെയ്യാനും വാല്യൂബിൾ ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ പേഷ്യൻ്റ് കെയർ കൊടുക്കാൻ പറ്റും. അല്ല പേഷ്യൻ്റെ അടുത്ത് ഇൻറ്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് മരുന്ന് ടൈപ്പ് ചെയ്യണം, അപ്പോൾ അതിലേക്ക് ഫോക്കസ് ചെയ്യണം, അങ്ങനത്തെ ചിന്താഗതികൾ, ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാണ്ട് കുറച്ചുകൂടെ ഡെഡിക്കേറ്റീവ് ആയിട്ടുള്ള പേഷ്യൻ്റ് സർവീസ് കൊടുക്കാൻ സാധിക്കുമെന്നാണ് ഹെൽത്ത് സെക്ടറിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഹ്യൂമനോയിഡുകളുടെ കടന്നുവരവിനെ മെഡിക്കൽ രംഗത്തുള്ളവർ നോക്കിക്കാണുന്നത്. അപ്പോൾ ഈ മെഡിക്കൽ രംഗത്തുള്ളവർ എന്ന് പറഞ്ഞാൽ ചെറിയ അസുഖങ്ങൾക്കൊക്കെ ഇനി കൂടുതലായിട്ട് വലിയ ഹോസ്പിറ്റലുകളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല എന്നുള്ളതാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഇനി വരുന്ന തലമുറകളിൽ ശരിക്കും ചെറിയൊരു ഡിസ്പെൻസറി ക്ലിനിക്, അവിടെ ചിലപ്പോൾ ഒരു ഹ്യൂമനോയിഡ് ഉണ്ടാവും. നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽ കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങളുടെ ID കാർഡ്, നിങ്ങളുടെ ഇൻഷുറൻസ് കാർഡ് വിട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചരിത്രവും എടുത്ത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ട മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്ത് തരാൻ കഴിവുള്ള ഹ്യൂമനോയിഡുകളുടെ ക്ലിനിക്കുകൾ ഇനി ഉടനീളം വരും എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് ഞാൻ ഇത്രത്തോളം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഇതിൽ ഇത്രത്തോളം ഡീറ്റെയിൽ ഉണ്ട്. അപ്പോൾ ഇനി വരുന്ന ഫ്യൂച്ചർ തലമുറയിൽ വരുന്ന കുട്ടികൾ എഡ്യൂക്കേഷനിൽ ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കും IT മേഖലയിൽ താല്പര്യത്തോടു കൂടി പോയി ജോയിൻ ചെയ്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ മേഖലയിലേക്ക് ഫോക്കസ് ചെയ്യണം. ഒരു ഫോർകാസ്റ്റ് വേണം. എന്നാൽ മാത്രമേ ഫ്യൂച്ചറിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധത്തിൽ നീങ്ങാൻ കഴിയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ട്രഡീഷണലി കിട്ടുന്ന പഠനം പഠിച്ചുകൊണ്ട് നമ്മൾ അങ്ങ് എത്തിക്കളയാന്ന് പറഞ്ഞാൽ അങ്ങനെ എത്താൻ കഴിയില്ല. അതിലും പുറകെ കുറേ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ സെൽഫായിട്ട് തന്നെ കുറേ കണ്ടെത്തി പഠിക്കേണ്ടി വരും. അതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ബോധ് എന്ന് പറയുന്നത്, ഈ ബോധ് എന്ന് പറഞ്ഞ ആ ഒരു ഏരിയ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, അത് ഡേറ്റ വെരിഫിക്കേഷൻ. അതായത് ഈ AI നമ്മൾ ടീച്ച് ചെയ്യുന്ന, അതായത് ഈ ഹ്യൂമനോയിഡിന് അതുപോലെ തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് നമ്മൾ ടീച്ച് ചെയ്യുന്ന ഡേറ്റ, ആ ഡേറ്റ റിലയബിൾ ആണോ, ആ ഡേറ്റ വളരെ പെർഫെക്റ്റ് ആണോ, അതിനുള്ള ബെഞ്ച് മാർക്ക്, ആ ഡേറ്റയ്ക്കുള്ള ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബോത്ത് എന്ന് പറഞ്ഞ ആ ഒരു ഐഡൻറ്റിറ്റി, ഒരു ഫ്രെയിം വർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ സഹി, ഈ ബോത്ത്.
ഇത് ഗ്ലോബലി തന്നെ അംഗീകരിക്കപ്പെടും. പ്രത്യേകിച്ച് ഗ്ലോബൽ സൗത്ത് അതുപോലെ തന്നെ വെസ്റ്റേൺ രാജ്യങ്ങളെല്ലാം തന്നെ ഇത് അംഗീകരിക്കേണ്ടി വരും. ഇത് ഇന്നില്ലെങ്കിലും നാളെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ട് ഫ്രെയിം വർക്കുകളും. അപ്പോൾ ഇതിന് മെയിൻ ആയിട്ട് അവർ പറയുന്നത് എവിഡൻസ് ബേസ്ഡ് ഡേറ്റ കളക്ഷൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വാരി വലിച്ച് ആരെങ്കിലും എഴുതിയത്, സ്പെക്കുലേഷൻ വെച്ചിട്ട് പറഞ്ഞത്, അതായത് അവരുടെ സ്വന്തം താല്പര്യത്തിൽ എഴുതി വെക്കുന്ന കാര്യങ്ങൾ, ഈ ഡേറ്റയൊക്കെ വാലിഡേറ്റ് ചെയ്ത് കൃത്യമായിട്ട് എവിഡൻസ് ബേസ്ഡ് ഡേറ്റ മാത്രം ഹ്യൂമനോയിഡിലേക്ക് ഫീഡ് ചെയ്യുക, അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡേറ്റാ സെന്ററിലേക്ക് ഫീഡ് ചെയ്യുക എന്നുള്ള പ്രവൃത്തിയിലേക്ക് ഒരു റെഗുലേഷൻ കൊണ്ടുവരാനാണ് ഈ ബോത്ത് എന്ന് പറഞ്ഞ ആ ഒരു സിസ്റ്റം, ഒരു ഫ്രെയിം വർക്ക് രൂപീകരിച്ചിരിക്കുന്നത്. അതേപോലെ മെഡിക്കൽ ഫീൽഡിലേക്കുള്ള ഡേറ്റ കളക്ഷൻസിന് വേണ്ടിയിട്ടും രജിസ്ട്രേഷന് വേണ്ടിയിട്ടുമാണ് സഹി രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളരെ ലീഗലായിട്ട് നമുക്ക് റെസ്പോൺസിബിളി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അത് മാറി തീരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.